വളരെ സന്തോഷത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടെ നമുക്ക് ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് അനുവദിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഇപ്പോഴും നമ്മൾ ഓർത്തതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രഥമ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഏതാണ്ട് 70 ആഴ്ചകൾ നമുക്ക് വിശാലമായി ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഞാൻ ഓർത്തുപോയി, വലിയവനായ ദൈവം സകലത്തിൻ്റെയും ഉടമസ്ഥനും ഉടയവനുമാണ്. യഹോവയായ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2 ഭാഗങ്ങൾ നമുക്ക് വളരെ വിശദമായി പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ സൃഷ്ടിയെക്കുറിച്ചും 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട പേട്രിയാർക്സിനെ കുറിച്ച്, പൂർവ്വപിതാക്കളെക്കുറിച്ചും നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നാം കഴിഞ്ഞ അനേക ആഴ്ചകളായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസേപ്പ്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ വായിച്ചു പോകുമ്പോൾ എത്ര ശ്രദ്ധേയമായിട്ടാണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഓർക്കുവാൻ കഴിയും. ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന് സ്വാഭാവികമായി ചിന്തിക്കുവാൻ സാധ്യതയുണ്ട് എങ്കിലും അതിനപ്പുറത്തായിട്ട് അതിൻ്റെ ആ കറക്റ്റ് ടൈമിൽ ദൈവം എല്ലാം ഭംഗിയായി ചെയ്ത് അനുഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മെ വളരെ ധൈര്യപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, അങ്ങനെ ആ 1-ാമത്തെ പുസ്തകത്തിൻ്റെ 50 അധ്യായങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ ഗോഡ്ലി ബ്രദർ ഓർപ്പിച്ചതുപോലെ നാം പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് കൊരിന്ത്യലേഖനം? വേഗത്തിൽ പറയണം, ഇല്ലെങ്കിൽ ഒന്ന് കണക്ക് കൂട്ടി പറഞ്ഞു. 7-ാമത്തെ പുസ്തകം. അനുഗ്രഹീതമായ 4 സുവിശേഷ ഗ്രന്ഥങ്ങൾ, അതിനുശേഷം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാകുന്ന ചരിത്ര പുസ്തകം, മനോഹരമായ ഗംഭീരമായ പോളിൻ്റെ എക്സലൻ്റ് ലെറ്റർ എന്ന് വിശേഷിപ്പിക്കാവുന്ന റോമാലേഖനം, അതിനുശേഷം കൊരിന്ത്യ ലേഖനം. പുതിയ നിയമത്തിലെ ഡബിൾ ബുക്സ് തുടങ്ങുന്നത് ഇവിടെയാണ്. ഡബിൾ ബുക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ അത് ശമൂവേലിൻ്റെ പുസ്തകത്തിലാണ്. 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 ക്രോണിക്കിൾസ്, 2 ക്രോണിക്കിൾസ്, അങ്ങനെ നാം കാണുന്നു. പുതിയ നിയമത്തിലെ ഡബിൾ ബുക്ക്, ഇരട്ട പുസ്തകത്തിൽ ആദ്യത്തേതാണ് കൊരിന്ത്യ ലേഖനം. 16, 13, 29 അധ്യായങ്ങളടങ്ങിയിരിക്കുന്ന ഈ കൊരിന്ത്യ ലേഖനം എന്തുകൊണ്ടും വിശേഷപ്പെട്ടതാണ്. ഇത് കേവലം കുറേ ചരിത്രം പറഞ്ഞ് അങ്ങനെ പോകുകയല്ല. ഓരോ അധ്യായത്തിലും ഓരോ വാക്യങ്ങളിലും കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളത്, ഒരു കുടുംബത്തിന് ആവശ്യമുള്ളത്, ഒരു സഭയ്ക്ക് എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് എന്ന് വിശദമായിട്ട് നമ്മെ ഓർപ്പിക്കുകയും പഠിപ്പിക്കുകയും മുന്നറിയിപ്പ് തരികയും ചെയ്യുന്ന ഒരു പുസ്തകമായിട്ട് കൊരിന്ത്യ ലേഖനം നിൽക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ അബ്രഹാമിനെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചിന്തയുണ്ടായി. വിശ്വാസികളുടെ പിതാവ്, ദ ഫാദർ ഓഫ് ബിലീവേഴ്സ്, ദ വൺ ഹു സ്റ്റാർട്ടഡ് ഹിസ് ജേർണി വിത്തൗട്ട് സീയിങ് എനിത്തിങ് ഇൻ ദ ഫ്രണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒബീഡിയൻസ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. യഹോവയായ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു, പൂർണ്ണമായി അനുസരിച്ചു. അതിൻ്റെ ഫലമായി കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുന്ന അബ്രഹാം. അത് പഴയ നിയമത്തിൽ മുഴുവൻ നാം കണ്ടു. 3 വ്യത്യസ്ത മതവിഭാഗങ്ങൾ, ക്രിസ്ത്യൻസ്, ജൂസ് ആൻഡ് ഇസ്ലാം, 3 മതങ്ങൾ വളരെ വിശേഷപ്പെട്ട വ്യക്തിയായിട്ട് അബ്രഹാമിനെ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ വേഗത്തിൽ കടന്നു വരുന്ന ഒരു വ്യക്തിത്വമാണ് ആര്?
അപ്പോസ്തലനായ പൗലോസ്. തർസോസുകാരനായ ശൗൽ അപ്പോസ്തലനായ പൗലോസായി തീരുകയാണ്. വാട്ട് എ വണ്ടർഫുൾ കൺവേർഷൻ. താൻ കർത്താവിനെ നേരിട്ട് ഭൂമിയിലായിരുന്നപ്പോൾ കണ്ടിട്ടില്ല, ഇല്ലേ? താനൊരു ഉപദ്രവകാരിയായിരുന്നുവെന്ന് താൻ തന്നെ പറയുന്നുണ്ട്. ഞാനൊരു നിഷ്ഠൂരനും ഞാനൊരു കുലപാതകനും ഞാൻ സഭയെ മുടിച്ചവനുമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നാം അറിയുന്നത് പോലെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം തൻ്റെ ചുറ്റും മിന്നുകയും താൻ ഒരു ശബ്ദം കേൾക്കുകയും താൻ നിലത്ത് വീഴുകയും ചെയ്തു. ഞാൻ ഓർത്തുപോയി, ഏറ്റവും ശക്തമായ കൺവേർഷൻ ആരുടെ എന്ന് ചോദിച്ചാൽ അത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ആയിരുന്നു. താൻ നേരിട്ട് ചോദിക്കുന്നത് കർത്താവേ നീ ആരാകുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ പാപബോധം വന്ന് അവൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ ആരും എടുത്തു ചോദിച്ചിട്ടില്ല കർത്താവേ നീ ആരാകുന്നു എന്നുള്ളത്. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയത്തിൽ നാം ഏറ്റുപറഞ്ഞ് ദൈവമക്കളായിട്ട് തീർന്നു. എന്നാൽ പൗലോസ് ചോദിക്കുകയാണ്, കർത്താവേ നീ ആരാകുന്നു? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശുവാകുന്നു ഞാൻ. ആ വാക്യത്തിൻ്റെ മുമ്പിൽ എല്ലാം ഒരു വലിയ വ്യത്യാസത്തിലേക്ക് കടന്നു വരികയാണ്. നാം മുമ്പോട്ട് നോക്കുമ്പോൾ ഈ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. 3 ദിവസം താൻ കണ്ണ് കാണാതെയിരുന്നു. 3 ദിവസം തൻ്റെ കണ്ണ് ഇരുണ്ടുപോയി, എങ്കിലും തൻ്റെ അകം പ്രകാശിക്കുകയായിരുന്നു, തൻ്റെ ഉള്ളം കത്തിജ്വലിക്കുകയായിരുന്നു. യഹോവയായ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ വരുത്തിയ വലിയ മാറ്റത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം തൻ്റെ ജീവിതത്തിൽ കടന്നു വരികയും താൻ ഒരു തീരുമാനമെടുക്കുവാനിടയായി നസറായനായ യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ താൻ സന്നദ്ധനാകുകയും അതിനായിട്ടുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. അന്ന് മുതൽ തൻ്റെ മനസ്സിലുള്ളതൊന്ന് ഒരേ കാര്യമാണ്, ഫോർ മീ ടു ലിവ് ഇസ് ക്രൈസ്റ്റ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഫോർ മീ ടു ഡൈ ഇസ് ഗെയിൻ. വാട്ട് എവർ ഇറ്റ് ഈസ്, വാട്ട് എവർ ഗോഡ് അലൗസ് ഇൻ മൈ ലൈഫ്, ഐ ആം റെഡി ടു ടേക്ക് ഇറ്റ്, ഐ ആം റെഡി ടു വെൽക്കം ഇറ്റ്. അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ഉടമയായിട്ട് പോളിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് മിഷണറി ഓഫ് ഓൾ ടൈംസ്. സാധാരണയായി ദൈവമക്കളോട് ചോദിക്കുമ്പോൾ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ ആരെയാണ് കാണുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ വരും പൗലോസിനെയാണ്. ആ കൊച്ചു മനുഷ്യൻ, ഞാൻ ആ കൊച്ചു മനുഷ്യനെന്ന് പറഞ്ഞത് മനഃപൂർവ്വമാകട്ടോ, ആ കൊച്ചു മനുഷ്യൻ, അല്പമായിട്ടുള്ള ബലഹീനതകളൊക്കെയുള്ള ആ വ്യക്തി, എന്നാൽ സുവിശേഷത്തിന് വേണ്ടി ധീരധീരം പോരാടി ഒടുവിൽ തൻ്റെ കഴുത്തിനെ ഖഡ്ഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സ് വെച്ച ആ വലിയ പോരാളി താൻ ഒടുവിൽ പറഞ്ഞു തീർത്തു, ഞാൻ നല്ല പോരാട്ടം പോരാടി, എൻ്റെ ഓട്ടം ഞാൻ തികച്ചു, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. അവിടം കൊണ്ട് തീർന്നില്ല. താൻ പറയുകയാണ്, അന്നാവു, ഇനി ഒരു ഇനി എന്നുള്ള ഒരു വലിയ പ്രത്യാശ തൻ്റെ നാവിൽ, തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും മുഴങ്ങി നിന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട മിഷണറി യാത്രകളിൽ കൂടെ അനേക സ്ഥലം സഭകൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ പ്രത്യേകാൽ ഉപയോഗിച്ചു. നാം ഈ കൊരിന്ത് ലേഖനത്തിലേക്ക് കടന്നു വരികയാണ്. കൊരിന്ത് ലേഖനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്പമായ ചില പശ്ചാത്തലം നാം അതിനോടനുബന്ധിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. In southern Greece, west of Athens, situated on the trade routes in Paul's day, പൗലോസിൻ്റെ കാലത്ത് ഒരു നല്ല വ്യാപാര രംഗമായിട്ട് ആ പ്രദേശത്തെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ കൊമേഴ്സ്, എ സെൻറ്റർ ഫോർ ദ ഗ്രോസസ്റ്റ് ഫോം ഓഫ് ഇമ്മൊറാലിറ്റി. അധാർമികതയുടെ ഒരു പര്യായമായിട്ട് ഈ ദേശത്തെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കൊരിന്ത് എന്ന് പറയുന്ന ആ പട്ടണത്തിൽ ദേവദാസന്മാർ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കൊരിന്ത് ലേഖനം എടുത്ത് അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അവരുടെ മനസ്സിൽ വരുന്നത് കൊരിന്ത് എന്ന ആ പട്ടണത്തെക്കുറിച്ചും കൊരിന്തിൽ ഉണ്ടായിരുന്ന വല്ലാത്തതായിട്ടുള്ള അധാർമികതയും അതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മ അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് എന്ന് ചിന്തിപ്പാൻ കഴിയും. ഈവൻ ദ നെയിം കൊരിന്ത്, ആസ് ഐ റിട്ടൺ ഹിയർ,
as I was writing here, even the name Corinth was a byword for all that was impure and sensual. അശുദ്ധി നിറഞ്ഞ പാപത്തെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ കടന്നു വരുന്ന ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് ഈ കൊരിന്തിനെ കാണുവാനൊക്കെ വേണം കഴിയുന്നത്. 3 മിഷണറി യാത്രകൾ അപ്പോസ്തലനായ പൗലോസ് ചെയ്യുവാനിടയായി. അതിനെക്കുറിച്ച് അറിയാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പുതിയ നിയമ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ഈ ചിന്ത ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ്. ദ ഫസ്റ്റ് മിഷണറി ജേർണി AD 46-48. 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങുന്ന മിഷണറി യാത്ര 14-28 വരെ അത് തുടരുകയാണ്. സെക്കൻഡ് മിഷണറി ജേർണി AD 50-52, chapter 15-40 till 18-22. 1-ാമത്തെ മിഷണറി യാത്ര അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങി. അന്ത്യോക്യയിലേക്ക് തന്നെ യാത്ര കഴിഞ്ഞ് അവർക്ക് തിരിച്ചു വരുവാനിടയായി. 2-ാമത്തെ മിഷണറി യാത്രയും അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങുകയാണ്. തുടങ്ങുമ്പോൾ നേരത്തെ കൊണ്ടുപോയ ബർന്നബാസിനെയും മർക്കോസിനെയും കൂട്ടിക്കൊണ്ടു പോകുവാനൊക്കെ വണ്ണം പൗലോസ് താല്പര്യപ്പെട്ടില്ല. എന്തായിരുന്നു കാര്യം? എന്താ കാര്യം? ഒന്ന് റെസ്പോണ്ട് ചെയ്തു. എന്തോ? മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരാൻ താല്പര്യമില്ലാതിരുന്നത് ഈ യാത്ര അങ്ങോട്ട് തുടർന്ന് ഇവർ പംഫുല്യ എന്ന് പറയുന്ന ഒരു പ്രദേശം വരെ വന്നു. ഈ പംഫുല്യായി വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് കഷ്ടത. ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒന്നായിരുന്നില്ല. അന്ന് ഈ മിഷണറി യാത്ര ചെയ്ത് അവർ പോകുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം തൊട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അന്നത്തെ കാലത്ത് ഈ പ്രിയപ്പെട്ട കർത്തൃദാസന്മാർ അനുഭവിച്ച വേദനയും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ശാരീരിക പീഡനങ്ങളും ഒക്കെ അവർക്ക് ഓർക്കുവാനൊക്കെ വേണം കഴിയുന്നുണ്ട്. നാം ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി ഈ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് സുവിശേഷം ശക്തമായിട്ട് വ്യാപിക്കുന്നു. ആധുനിക സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പംഫുല്യയിൽ നിന്ന് മർക്കോസ് കഷ്ടത സഹിക്കുവാൻ കഴിയാതെ മടങ്ങിപ്പോയി. അതുകൊണ്ട് 2-ാമത്തെ മിഷണറി യാത്രയിൽ പോൾ പറഞ്ഞു, മർക്കോസ് വേണ്ട, മർക്കോസ് വേണ്ട. ഇനിയും മുമ്പോട്ട് പോയാൽ പിന്നെയും കഷ്ടതയുടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് മർക്കോസിനെ കൊണ്ടുപോയില്ല. ബർന്നബാസിന് മർക്കോസിനെ കൊണ്ടുപോകുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും ബർന്നബാസ് മർക്കോസിനെയും കൂട്ടി മറ്റൊരു ഭാഗത്തേക്ക് കടന്നുപോയി സുവിശേഷം അറിയിക്കുവാൻ. ദൈവത്തിൻ്റെ ഓരോ ക്രമീകരണങ്ങൾ നോക്കുക. 3-ാമത്തെ മിഷണറി യാത്ര AD 53-57, 18-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 21-ാം അധ്യായത്തിൻ്റെ 16 വരെ. 2-ാമത്തെ മിഷണറി യാത്രയിലാണ് ഈ കൊലോസിയിലേക്ക് പോകുവാൻ തക്കവണ്ണം കൊരിന്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായത്. ഞാൻ ഓർപ്പിച്ചതുപോലെ കൊരിന്ത് എന്ന് പറയുന്ന ഒരു കറപ്റ്റ് സിറ്റിയിൽ ചെന്നിട്ട് പൗലോസിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? അവിടെ ചെന്ന് എല്ലാ നിലയിലുമുള്ള പ്രതികൂലങ്ങളുണ്ടെങ്കിലും ഹിസ് ഡിസയർ വാസ് ടു എസ്റ്റാബ്ലിഷ് എ ലോക്കൽ ചർച്ച് ഇൻ ദ സിറ്റി, ഇൻ ദ വിക്കഡ് സിറ്റി ഓഫ് കൊരിന്ത്. ആ ദുഷ്ടത നിറഞ്ഞ ആ സ്ഥലത്ത് തനിക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഒരു സഭ അവിടെ സ്ഥാപിക്കണം എന്നുള്ളത്. ഇന്ന് സുവിശേഷ വേലക്കാർ ചെയ്യേണ്ടിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് അതിനെ കാണുവാനൊക്കെ വേണം കഴിയുന്നുണ്ട്. നാം ഇപ്പോൾ ഗോൾഡി ബ്രദർ ഓർപ്പിച്ചതുപോലെ ഈ ലേഖനം ഒന്ന് ഇരുത്തി വായിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കുവാനൊക്കെ വേണം കഴിയും. 29 അധ്യായങ്ങളുള്ള ഈ കൊരിന്ത് ലേഖനം ബൈബിളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് പഠനങ്ങൾ നമുക്ക് മുടങ്ങുവാൻ സാധ്യതയുണ്ടായിരുന്നു. 2000 വർഷങ്ങൾക്കപ്പുറം ഇന്ന് നാം ഈ കൊരിന്ത് ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന് സഭകളിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും അന്ന് എവിടെ ഉണ്ടായിരുന്നു? അന്ന് കൊരിന്തിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് തിരിച്ചെന്ന് പറഞ്ഞാൽ കൊരിന്ത്യ സഭയിൽ ഇല്ലാതിരുന്ന ഒരു പ്രശ്നങ്ങളും ഇന്നത്തെ സഭയിൽ ഇല്ലാതില്ല. എല്ലാം കംപ്ലീറ്റ് അന്നത്തെ സഭയിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തെ സഭയിലുമുണ്ട്.
അതുകൊണ്ട് നമ്മുടെ കൊരിന്ത്യ സഭയേക്കാൾ ഒന്നും മെച്ചമല്ല എന്നുള്ളത് മനസ്സിലൊന്ന് ഇരുത്തി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് വളരെ അനുഗ്രഹമായിരിക്കും. എന്താണ്? അഴിമതി, അനീതി, വഷളത്വം, മ്ലേച്ഛത എല്ലാം നിറഞ്ഞ ഒരു സ്ഥാനത്ത് ഒരു സഭ. ഞാൻ ഓർത്തു, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ എറണാകുളം പട്ടണത്തിലാണ് പാലാരിവട്ടത്ത് ഈ ഒരു സഭ സ്ഥാപിതമായിരിക്കുന്നത്, ഇല്ലേ? ഒരുപാട് ദുഷ്ടന്മാരുടെ മധ്യത്തിൽ, ഒരുപാട് അവിശ്വാസികളുടെ മധ്യത്തിൽ, ദൈവമില്ല, ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഭരണകൂടം നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് നാം ആയിരിക്കുമ്പോൾ, ഈ പട്ടണത്തിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവം നമുക്ക് തന്ന സഭയ്ക്കായിട്ടും നമുക്ക് ഈ സഭയിൽ മെമ്പേഴ്സായി തീരുവാനും ഈ സഭയിലേക്ക് നമുക്ക് അടുത്ത് ഓടി വന്ന് ചേരുവാൻ തക്കവണ്ണമുള്ള ഒരു ക്രമീകരണങ്ങളും ഇൻ അവർ റീച്ച്, ഞാൻ എപ്പോഴും അത് ഓർക്കുന്നതാണ്. നമുക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് ഒരു സഭയുണ്ടായി എന്നുള്ളത് എത്ര അനുഗ്രഹമാണ്. അനേക ഉപദേശ സത്യങ്ങൾ ഇതിലുണ്ട്. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പോലെയോ റോമാലേഖനത്തിൽ കാണുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ആ രക്ഷയുടെ സന്ദേശത്തെക്കുറിച്ചോ ഒന്നും ഇതിനകത്തില്ല. എങ്കിലും സഭയിലുള്ള പ്രശ്നങ്ങൾ, ഞാൻ ഓർത്തു, സഭയിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അവയെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. ഈ ഡേറ്റ ഒന്ന് പഠിച്ച് വെക്കുക. ഞാൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ഇതും ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ കൺവേർഷൻ, ദാറ്റ് വാസ് സംടൈം ബിറ്റ്വീൻ AD 33 and 34. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അധികം താമസിക്കാതെ തന്നെ നാം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ കാണുന്നത് പോലെ 8-ാം അധ്യായത്തിൽ കാണുന്ന തർസോസുകാരനായ ശൗലിനെ 9-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു മഹത്തായിട്ടുള്ള കൺവേർഷനിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പ്രസാദിച്ചു. Paul's conversion was in AD 33-34. Paul plants the church at Corinth AD 48 to 51. Paul writes 1 Corinthians AD 53 to 55. ആ കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ എക്സാക്റ്റ് ഡേറ്റ് പറയാത്തത്? കാരണം പല നിലയിലും നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ വേദപഠിതാക്കളുടെ ഇടയിലുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു കാലഘട്ടം അറിഞ്ഞിരുന്നാൽ മതി. പോൾ ഇത് എന്നെഴുതി, എന്നത്തെ ഡേറ്റാണ്, അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഓൺലി ആൻ അപ്രോക്സിമേറ്റ് ഐഡിയ അബൌട്ട് ദ പീരിയഡ്. ദ തീംസ്, ഇതിനകത്തെ ചില തീംസ് ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം, പിന്നീട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പിന്നീട് വരാം. ദ ഫോളി ഓഫ് ഹ്യൂമൻ വിസ്ഡം, മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ജ്ഞാനത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് ന്യൂനതകൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഗോഡ് ടേൺ ദ വേൾഡ്സ് വിസ്ഡം അപ്സൈഡ് ഡൗൺ by providing salvation through a crucified man rather than through a conquering king. ലോകത്തിന് രക്ഷ വരുത്തുവാൻ വലിയവനായ ദൈവം തീരുമാനിച്ചപ്പോൾ ഒരു പാവപ്പെട്ട വ്യക്തിയെ എന്ന് ലോകം കണക്കാക്കിയ, എന്നാൽ വാക്കിൽ സാമർഥ്യമുള്ള വലിയവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ ഒരു സാധാരണ മനുഷ്യനായിട്ട് വന്ന് ആ മനുഷ്യൻ മുഖാന്തരം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മുഖാന്തരം ലോകത്തിന് രക്ഷ വരുത്തി എന്നുള്ളത് ഓർക്കുമ്പോൾ, സമ്പന്നരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള അനേക രാജാക്കന്മാർ മുഖാന്തരമല്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി, ലോകത്തിൻ്റെ ജ്ഞാനത്തെ ദൈവം പോഷത്വമാക്കി. അത് വളരെ വ്യക്തമായിട്ട് നാം പഠിച്ചു വരുമ്പോൾ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട തീമിൽ ഒന്ന് ദ ഫോളി ഓഫ് ഹ്യൂമൻ വിസ്ഡം, 2 ദ പവർ ഓഫ് ദ സ്പിരിറ്റ്. അത് വിശദീകരിക്കുവാൻ എനിക്ക് ദൈവം അനുവദിച്ചാൽ പിന്നീട് ചെയ്യാം. ദ പവർ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ശക്തി എത്ര വലുതാണ് എന്നുള്ളത് ഈ അധ്യായങ്ങളിൽ കാണുവാൻ കഴിയും. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരം എന്ത് എന്നുള്ളത്, അപ്പോൾ അതിനെ നാം എത്രമാത്രം വിലമതിക്കണം എന്നുള്ളത് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ വി ആർ ഇൻ ദ വേൾഡ് ബട്ട് വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. 2 പ്രപ്പോസിഷൻ നോക്കുക, ആ 2 പ്രപ്പോസിഷനിലും വ്യത്യാസം കാണുവാൻ തക്കവണ്ണം കഴിയും. ഈവൻ ദോ വി ആർ ഇൻ ദിസ് വേൾഡ് ബട്ട് വി ഡു നോട്ട് ബിലോങ് to this world. We are not of the world. There is global unity. ഒരു വലിയ ഒരു ആഗോളപരമായ ഒരു ഐക്യതയുടെ ആവശ്യകതയെക്കുറിച്ച്
ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, എല്ലാറ്റിൻ്റെയും ആത്യന്തികമായിട്ട് ലവ്, സ്നേഹം എന്ത് എന്നുള്ളത് അത് ചാപ്റ്റർ 13 നമുക്ക് കാണുവാൻ കഴിയുന്നു. വരുന്ന ദിവസങ്ങളിൽ നാം ആ ഭാഗത്തേക്കൊക്കെ കർത്താവ് അനുവദിച്ചാൽ കടന്നു പോകുവാൻ ഇടയാകും. സ്റ്റഡീസ് ഓൺ ദിസ് ബുക്ക് ആർ റിയലി നീഡഡ് ഫോർ ദ ന്യൂ ടെസ്റ്റമെന്റ് കോൺഗ്രിഗേഷൻസ്. നാം ഓർത്തതുപോലെ പുതിയ നിയമ സഭകൾക്ക്, വിശ്വാസികൾക്ക് ഈ പുസ്തകം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഡിവിഷൻസ് ഇൻ ദ ലോക്കൽ ചർച്ചസ്. നോക്കുക, സഭകളിൽ ഉണ്ടാകുന്ന ഭിന്നതകൾ. വി ആർ സപ്പോസ് ടു ബി യുണൈറ്റഡ് ഇൻ ദ ചർച്ച്. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. നാം ഒന്നിച്ച് നിന്നാൽ, നാം ഐക്യമായി നിന്നാൽ നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിയും. കർത്താവിൽ ഏകമായി വളരുവാൻ തക്കവണ്ണം നമുക്കിടയാകും. അതുകൊണ്ട് യൂണിറ്റിയുടെ ആവശ്യകതയെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. നാം ഇന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ സഭകളിലെ ചുമതലപ്പെട്ടവർ, സഭകളിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന മെമ്പേഴ്സ്, നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് ഐ ആം എ മെമ്പർ ഓഫ് എ ലോക്കൽ ചർച്ച്, ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു കീപ് ദ ഹെവൻലി സ്റ്റാൻഡേർഡ്. ആ സ്വർഗീയമായ നിലവാരം കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ എപ്പോഴും കടപ്പെട്ടവനാണ്. ഡിവിഷൻസ് ഉണ്ടാകുവാൻ പാടില്ല. മറ്റൊരു വലിയ അപകടം രണ്ടാമത് എഴുതിയിട്ടുണ്ട്. എന്താ അത്? ഹീറോ വർഷിപ്പ് ഓഫ് ലീഡേഴ്സ്. സഭകളിൽ ലീഡേഴ്സ് ഉണ്ട്, പക്ഷെങ്കിൽ ഏതെങ്കിലും 1, 2, 3 ലീഡേഴ്സിനെ എടുത്തിട്ട് അവരുടെ ഫോളോ ആണ്. ഞാൻ ഇന്നാരുടെ പക്ഷമാണ്, അദ്ദേഹം പറയുന്നതാണ് എനിക്ക് കാര്യം, അദ്ദേഹം പറഞ്ഞിട്ടല്ലാതെ ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. ഈ ഒരു മനോഭാവം സഭയിൽ വന്നാൽ ആ സഭ ഒരു ആത്യന്തികമായിട്ട് ഒരു അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും ഇല്ലായ്മയിലേക്കും പോകുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഹീറോ വർഷിപ്പ് ഓഫ് ലീഡേഴ്സ്. അത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇമ്മൊറാലിറ്റി ആൻഡ് മാരിറ്റൽ പ്രോബ്ലംസ്, ദൈവമക്കളുടെ ഇടയിലുണ്ടാകുന്ന അധാർമികത, അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. നമുക്കറിയാം, പല പ്രാവശ്യവും നമ്മൾ ആ കാര്യങ്ങൾ പല വേദഭാഗങ്ങൾ കൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്. ദർ വർ സോ മെനി ഡൗട്ട്ഫുൾ പ്രാക്ടീസസ്. സഭകളിൽ സംശയകരമായ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. റെഗുലേഷൻ ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളെ എങ്ങനെയാണെന്ന് ഉപയോഗിക്കേണ്ടത്, ആ കൃപാവരങ്ങൾ ദൈവം തന്നതാണെന്നുള്ള ബോധ്യമുണ്ടാകുകയും ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ ദൈവം എനിക്ക് തരുന്ന കൃപയ്ക്കനുസരിച്ച് ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ ജ്ഞാനത്തിൽ നിന്ന് അല്ല അത് ഉളവാകുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ വേഗത്തിൽ നോട്ട് ചെയ്ത ചില കാര്യങ്ങൾ. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് കൊരിന്ത്യർ ലേഖനത്തെ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളും 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളും 2 സെക്ഷനായിട്ടാണ്. ചാപ്റ്റേഴ്സ് 1 to 6, 7 corruptions are noted there. 7 നിലയിലുള്ള അഴിമതി, അനീതി, അതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഫോളോയിങ് ഹ്യൂമൻ ലീഡേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നീട്. ജസ്റ്റ് ഐ വിൽ റീഡ് ത്രൂ ദിസ് പോർഷൻ ആൻഡ് ഗോ ഫോർവേഡ്. ഫേവറിങ് എർത്ത്ലി വിസ്ഡം. 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 13 വരെ ഈ ലോകപരമായ ജ്ഞാനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ. ഫേവറിങ് ഇൻ ദ ഫ്ലഷ്, ജഡത്തിലുള്ള പ്രശംസ. ഫോർഗെറ്റിംഗ് ദ ഫ്യൂച്ചർ ജഡ്ജ്മെന്റ്, വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് മറന്നുപോകുക, ഓർക്കാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഒരു ന്യായവിധിയുണ്ട് എന്നുള്ള ഒരു ഓർമ്മയുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ മക്കളെ, പ്രിയ ദൈവമക്കളെ, നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നാം ഈ ലോക ജീവിതത്തിൽ അനുദിനം അനേക കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ്. മുമ്പോട്ട് പോകുമ്പോൾ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഒരു നീതി ഉണ്ടായിരിക്കണം, ഞാൻ ആരാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. അങ്ങനെ നാം പ്രവർത്തിക്കുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നാം എന്തു ചെയ്യണം? നാം ഓർക്കണം, there is a judgment coming. നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരുവനുണ്ട് എന്നുള്ളത് അത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ മുഖവുരയായിട്ട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫ്ലാറ്ററിങ് ദംസെൽസ്. എന്താണ്? തന്നെത്താൻ പ്രശംസിക്കുന്ന ചിലവ്. നമ്മളൊക്കെ കുറച്ചൊക്കെ കാണും ഇതൊക്കെ, അല്ലേ? കുറച്ചൊക്കെ കാണും. വി ഡോണ്ട് നോ ഹൗ മെനി പെർസെൻറ്റേജ്. ഫ്ലാറ്ററിങ് ദംസെൽസ് പാടില്ല പറഞ്ഞിരിക്കുകയാണ്.
അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫെയിലിംഗ് ടു ഡിസിപ്ലിൻ. നമ്മെ തന്നെ അച്ചടക്കമുള്ളവരായി, ഒതുക്കമുള്ളവരായി, നാം വലിയ ഭാവം കാണിക്കുന്നവരായിട്ടല്ല, താഴ്മയോടും വിനയത്തോടും സൗമ്യതയോടും കൂടെ ദൈവിക കാര്യങ്ങളിൽ ഇടപെടുന്നവരും. ഞാനൊരു ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ ഐ ആം എ സെർവൻ്റ് ഓഫ് ഗാഡ്, ഞാൻ ദൈവത്തിൻ്റെ ഒരു വേലക്കാരനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. കൊരിന്ത്യർ ലേഖനം അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കൊന്നിലും പ്രശംസിപ്പാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, കൂടെ കൂടെ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. എന്താണ്? ചീർക്കരുത്, ചീർക്കരുത്, ചീർക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ വലിയവനാണെന്നുള്ള ഭാവം അത് ചീർക്കലാണ്. അത് സ്വയമാണ് തന്നെത്താൻ ചീർപ്പിക്കുന്നത്. പിശാചിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ് ഒരു ദൈവവൈതരനെ അവനെ താഴേക്ക് കൊണ്ടുപോകുവാൻ പിശാച് പരിശ്രമിക്കുമ്പോൾ അവനെ ചീർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകും. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ഞാൻ ജ്വലിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ചീർക്കലിൻ്റെ അനുഭവത്തിലാകുവാൻ എനിക്കിടയാകരുത് എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഫ്രാഗ്മെൻറ്റിംഗ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കൂടെ കൂടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ യു ഡു നോട്ട് ബിലോങ് ടു യുവർ സെൽഫ്, യു ആർ പർച്ചേസ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, എന്ത്? ഞാൻ ക്രിസ്തുവിൻ്റെ ഭാവമാണ്, ക്രിസ്തുവിൻ്റെ മനസ്സെനിക്ക് വേണം, യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് എന്നിൽ ഉണ്ടാകണം. ഈ ഒരു വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ചാപ്റ്റർ 7 to 16 2-ാമത്തെ സെഷനിലേക്ക് വരുമ്പോൾ 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ 6 ചോദ്യം. 1-ാമത്തെ സെഷനിൽ 7 പ്രധാനപ്പെട്ട കറപ്ഷൻസിനെ കുറിച്ചാണെങ്കിൽ 2-ാമത്തെ സെഷനിൽ 6 ചോദ്യങ്ങൾ. ഇതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 7-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ. എന്നിട്ട് അവിടെ 6 ചോദ്യങ്ങൾ. ഈ 6 ചോദ്യങ്ങൾ കൊരിന്ത് സഭയിലുള്ളവർ അപ്പോസ്തലനായ പൗലോസിനോട് എഴുതി ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് മറുപടി എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്ന ഈ 6 ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മുടെ സഭകളിൽ അത്യാവശ്യമുള്ള ചോദ്യങ്ങളാണ്, ഇല്ലേ? നോക്കിക്കേ, ഈ 6 ചോദ്യങ്ങളും നമ്മുടെ സഭകളിൽ പഠിപ്പിക്കുകയും നമ്മുടെ സഭകളിൽ വാസ്തവമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. 7-ാമത്തെ അധ്യായത്തിൽ വാട്ട് അബൌട്ട് മാരേജ് വ്യക്തമായിട്ട് പൗലോസ് അത് ഓർപ്പിക്കുന്നുണ്ട്. വാട്ട് അബൌട്ട് ക്രിസ്ത്യൻ ലിബർട്ടി 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. എന്തൊക്കെ സ്വാതന്ത്ര്യമാണ്! നമ്മൾ ആ ഭാഗം വായിച്ചു പോകുമ്പോൾ 8, 9, 10 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യമുണ്ട്. എവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നമുക്ക് യെല്ലോ സിഗ്നൽ ഉള്ളത്, എവിടെയൊക്കെയാണ് റെഡ് സിഗ്നൽ ഉള്ളത്. സോ ഓൺലി വെൻ ദ ഗ്രീൻ ലൈറ്റ് ഈസ് ഓൺ വി ആർ സപ്പോസ് ടു മൂവ് ഫോർവേഡ്. അല്ലെങ്കിൽ നമ്മളവിടെ നിൽക്കണം, നമ്മൾ തന്നെത്താൻ ശോധന ചെയ്യണം. അത് വളരെ ആവശ്യമാണ്. വാട്ട് അബൌട്ട് ചർച്ച് കോണ്ടക്ട് 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുകയാണ്, ആ 11-ാം അധ്യായത്തിൽ നമുക്കറിയാം, 11-ാം അധ്യായം കൊരിന്ത്യർ ലേഖനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പഠനമാണ്. എങ്ങനെയാണ് ഒരു സഭയിൽ ഒരു ലവ് ഫീസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ലോർഡ്സ് സപ്പർ എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. കർത്തൃമേശയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ആ 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 12 മുതൽ 14 വരെയുള്ള 3 അധ്യായങ്ങളിൽ വാട്ട് അബൌട്ട് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, കൃപാവരങ്ങൾ, ആത്മീയ വരങ്ങൾ, ഇവയെക്കുറിച്ച് ചോദിക്കുകയാണ്. 3 അധ്യായങ്ങളാണ് പൗലോസ് അതിനുവേണ്ടി എടുത്തത്. കാരണം എന്താ? ഞാൻ ഓർത്തുപോയി, വൈ പോൾ ഹാസ് ടേക്കൻ 3 chapters ഫോർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്ക് ഒരു കൃപാവരവും കിട്ടിയിട്ടില്ല എന്ന് പറയാൻ നോക്കുമോ? ആരെങ്കിലും ഒരാൾ ഒന്ന് പറയാമോ? കൈപോക്കാമോ ധൈര്യത്തോടെ? ഒരു കൃപാവരവും കിട്ടാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ചിന്തിച്ചു നോക്കുമ്പം അങ്ങനെയൊന്നും വലിയ കൃപാവരമൊന്നും എനിക്ക് കിട്ടിയില്ലെന്ന് പെട്ടെന്ന് ഓർക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആരും കൈ പൊക്കരുതേ. കാരണം കൈ പൊക്കിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താ? പിന്നെ അതിൻ്റെ ഒറിജിനൽ കോഴ്സിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മളിത് ചിന്തിക്കുന്ന ഉടനെ വാട്ട് അബൌട്ട് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്ന് ചോദിക്കുന്ന ഉടനെ നമ്മോട് തന്നെ നമുക്ക് ചോദിക്കണം, കർത്താവേ, എന്നിലുള്ള ആത്മീയ വരം, കൃപാവരം എനിക്കുണ്ടോ? കൃപാവരം കിട്ടണമെങ്കിൽ ആദ്യം എന്ത് കിട്ടണം? ആദ്യം രക്ഷിക്കപ്പെടണം, ആദ്യം കൃപ കിട്ടണം.
കൃപ കിട്ടിയെങ്കിലേ കൃപാവരം കിട്ടത്തുള്ളൂ, അല്ലേ? വി നീഡ് ടു ബി സേവ്ഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നവരാണ്. ഈ കൃപയില്ലെങ്കിൽ കൃപാവരം ചോദിച്ചിട്ട് കാര്യമില്ല. കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലോർഡ് ടു ഗീവ് യു ദ ഗിഫ്റ്റ്സ് വിച്ച് ഈസ് റിക്വയർഡ് ഫോർ യു. നിങ്ങൾക്ക് ആവശ്യമുള്ള കൃപാവരം കർത്താവ് നിങ്ങൾക്കുള്ള കൃപയനുസരിച്ച് കർത്താവ് തരും. കൃപാവരമില്ലാത്ത ആരും ഒരു ചർച്ചിൽ ഇല്ല, ഉണ്ടായിരിക്കാൻ പാടില്ല. അതാത് കൃപാവരങ്ങൾ ലഭിച്ചിട്ടുള്ളപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത കൂടെ ഞാൻ പറഞ്ഞു പോകാം. എനിക്ക് കിട്ടേണ്ടത് ആ കൃപാവരമായിരുന്നു, അതെനിക്ക് കിട്ടിയില്ല. അതായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഷൈൻ ചെയ്യാമായിരുന്നു, ഇല്ലേ? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ സ്വാഭാവികമായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ ലെസ്സായിട്ടുള്ളതില്ല, ചെറിയ കൃപാവരവും വലിയ കൃപാവരവുമില്ല. കർത്താവ് കൃപാവരത്തെ വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള നിലയിൽ ആവശ്യമുള്ളത് കർത്താവ് പരിശുദ്ധാത്മാവ് വിഭാഗിച്ചു കൊടുക്കുകയാണ്. 12, 13, 14 അധ്യായങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ വളരെ വിശദമായിട്ട് ആ ഭാഗം പഠിപ്പിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. 15-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഞാൻ ഓർത്തുപോയി, അപ്പോസ്തലനായ പൗലോസ് അല്ലാതെ മറ്റോരോ ആൾക്കാർക്കും ഈ റിസറക്ഷനെ കുറിച്ച് ഇത്ര ശ്രദ്ധേയമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയില്ല. ശ്രദ്ധേയനായ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് തെളിവ് സഹിതം സയൻസും അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള വശങ്ങളും അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുകയാണ് 15-ാം അധ്യായത്തിൽ. പുനരുത്ഥാനം എന്താണ്? വാട്ട് അബൌട്ട് ദ റിസറക്ഷൻ? പൗലോസിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഫിലിപ്പ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്ക് ഞാൻ ഓർത്തിട്ടുണ്ട്. എന്തോ ഒരു ആഗ്രഹമായിരുന്നു പോളിന്. പോള് പറയുകയാണ്, എന്താണ്? എനിക്ക് എന്തറിയണം? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് എനിക്കറിയണം, അവന്റെ മഹത്വത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം. എന്നിട്ട് താൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. താൻ പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് തിരിച്ചറിയണം. It's a beautiful statement, my dear brothers and sisters. ഞാൻ ഓർത്തു, ഈ ചാപ്റ്റർ 15 ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിൽ what a pathetic condition it would be. എന്നാൽ ഇന്ന് നമുക്ക് വളരെ സന്തോഷിപ്പാൻ തക്കവണ്ണം കഴിയും. നമുക്ക് കർത്താവിനോട് പറയുവാൻ തക്കവണ്ണം കഴിയും. അനിശ്ചിതത്വം നിറഞ്ഞ ഈ ലോകത്തിൽ എന്ത് മരണവും പെട്ടെന്ന് നമ്മുടെ കാതിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ മാറി നിന്ന് ബൈക്കൊന്ന് ഓഫ് ചെയ്തിട്ട്, ഇന്നത്തെ വാർത്തയാ, ബൈക്കൊന്ന് ഓഫ് ചെയ്തിട്ട് അല്പസമയം ആരോടോട് സംസാരിക്കാൻ നിന്ന വ്യക്തിയാണ് കേട്ടോ. ഒന്നും പ്രതീക്ഷിച്ചില്ല, അൺഎക്സ്പെക്റ്റഡ് ടൈം. വളരെ വേഗത്തിൽ ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു വണ്ടി വന്ന് ഇടിച്ചു. ഫിനിഷ്, ഇമ്മീഡിയറ്റ്ലി ഫിനിഷ്. ദാറ്റ് ഈസ് ലൈഫ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നമുക്ക് എന്തിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരിക്കണം? ജീവിതത്തെക്കുറിച്ച് ബോധ്യം വേണം, ജീവനെക്കുറിച്ച് ബോധ്യം വേണം. ജീവൻ ഇവിടം വിട്ടു കഴിഞ്ഞാൽ അടുത്ത ജീവനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് നമ്മെ സംബന്ധിച്ച് വളരെ ആവശ്യമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. വാട്ട് അബൌട്ട് ദ റിസറക്ഷൻ പറയുകയാണ്. അങ്ങോട്ട് വളരെ വ്യക്തമായിട്ട് 1-ാം അധ്യായം തൊട്ട് ഈ 15-ാം അധ്യായം ഒക്കെ കാണാതെ പഠിച്ചു വെക്കണം. 58 വാക്യമേ ഉള്ളൂ, പക്ഷെ ഓരോ വാക്യവും നമുക്ക് മറക്കാൻ കഴിയത്തില്ല. എന്ത്? ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം ആസ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ. പൗലോസ് പറയുകയാണ്, ഇത് എൻ്റെ ആശയമല്ല, ഇറ്റ്സ് നോട്ട് മൈ ഐഡിയ, ആസ് അക്കോർഡിംഗ് ടു ദ ഹോളി സ്ക്രിപ്ചർ. ദൈവത്തിന്റെ വചനപ്രകാരം, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുഖാന്തരം ഒരു ദൈവവേദനം ലഭിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന ഞാനും, എനിക്കും ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ള ഓർമ്മ. ഈ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പഠനവും ആ വിശ്വാസവും ഒരു ദൈവവേദനം ഇല്ലായിരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം എത്രയോ കഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്യമുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ഉറക്കെ പറ സഹോദരിമാരെ, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമ്മുടെ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയോട് നമുക്ക് പറയാൻ, കർത്താവേ, ഞാൻ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ല. ഐ ആം നോട്ട് എ കോമൺ മാൻ, ഐ ആം നോട്ട് എ കാർണൽ മാൻ, ഐ ആം എ മാൻ ഹു ഐ ആം എ സ്പിരിച്വൽ മാൻ.
ഞാനൊരു ആത്മീകനായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, ഈ ആയുസ്സിൽ മാത്രമല്ല വരുവാനിരിക്കുന്ന ഭാഗ്യകരമായിട്ടുള്ള പുനരുത്ഥാനത്തിൻ്റെ ശക്തി അതുണ്ട് എന്നുള്ള വലിയ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ മരിച്ചാലും സാരമില്ല എന്നെണ്ണുവാൻ എനിക്കൊരു നിത്യതയുണ്ട്. ഐ ഹാവ് എ ഹോം, ഐ ഹാവ് എ ചെറിയ സാറിൻ്റെ ഇവിടുത്തെ പാട്ടെന്താണ്? എനിക്ക് ഉണ്ടൊരു പുത്തൻ വീട് പാർക്കാൻ, എനിക്കുണ്ടൊരു പുത്തൻ നാട് പാർക്കുവാൻ എന്നൊക്കെ വേണം. അവിടെ എനിക്ക് എൻ്റെ പ്രിയനുണ്ട്. ഈ ഒരു ബോധ്യം, ഈ ഒരു സന്തോഷവും പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്നുവെങ്കിൽ ജീവിതത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ഒന്നും വലിയ ഭാരം നമുക്ക് ആവശ്യമില്ല. വാട്ട് അബൌട്ട് ദ റിസറക്ഷൻ? ലാസ്റ്റിൽ പൗലോസ് പറയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നില്ല കേട്ടോ, നിങ്ങളുടെ ഉയർത്തെഴുന്നേൽക്കും. 16-ാം അധ്യായത്തിൽ വന്ന് പറയുകയാണ്, ഡോണ്ട് ഫർഗെറ്റ് അബൌട്ട് ദ കളക്ഷൻ ആൻഡ് ദി ഓഫർട്ടറി. Don't forget about the collection for the Jerusalem. You need to give for the Lord. You need to give to the Lord. നമുക്ക് കർത്താവിന് കൊടുക്കുവാൻ എന്നൊക്കെ വേണം ഇടയാകണം. കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ഞാൻ കണ്ടു. Which is the New Testament principle? Tithing or giving? Very simple. ഏതാ ബനായ? Tithing or giving? ടോബി? ചിയർഫുൾ ഗിവിങ്, സന്തോഷത്തോടെ കൊടുക്കുന്നവൻ. ആ 10-1 പറയുന്ന പ്രമാണം, ഈ 10 ഈ ഗിവിങ് എന്ന് പറയുമ്പോൾ 10-1 വരുന്നതാണോ അതോ അതിനും മേടിപ്പോന്നതാണോ? ടൈറ്റിങ്ങിനകത്ത് വരുന്നതാണോ ഗിവിങ്? ഏതാ കൂടുതൽ വാല്യൂ ഉള്ളത്? ഓക്കെ, ഐ ലീവ് ഇറ്റ് ഫോർ യുവർ ഓൺ ഡിസിഷൻ. ഓക്കെ, ഇവിടെ നാം കാണുന്നുണ്ട് മനോഹരമായിട്ട് ഈ 16 അധ്യായങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ സമ്മറിയാണ് ഞാൻ ഓർപ്പിച്ചത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, 11-ാം അധ്യായത്തിൽ റെഗുലേഷൻ ഓഫ് ദ ലോർഡ് സപ്പർ, ഐ ഓൾറെഡി മെൻഷൻഡ് ഇറ്റ്. ചാപ്റ്റർ 13, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എസ്സേ ഓൺ ലവ് ഇൻ ഓൾ ലിറ്ററേച്ചർ. ഞാൻ ആ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഏത് സംസ്കാരം എടുത്ത് നോക്കിക്കോ, ഇത്രയും മനോഹരമായിട്ടുള്ള ആ 13-ാം അധ്യായത്തിൻ്റെ ആ കൊച്ച അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ എസ്സേ, സ്നേഹത്തെക്കുറിച്ച് ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നിങ്ങളെ ചാപ്റ്റർ 13 എഴുതിക്കോ. മാർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആ ചാപ്റ്റർ 13 സ്നേഹത്തിൻ്റെ ഒരു എസ്സേ ആണ്. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. സ്നേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ തക്ക വണ്ണം കഴിയും പറയാണ്. സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം വഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. സ്നേഹം ഒരു നാട് ഉതിർന്നു പോകുകയില്ല. അപ്പോൾ ആ അധ്യായവും കൃപാവരങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ചാപ്റ്റർ 15, ദ റിമാർക്കബിൾ ടീച്ചിങ് ഓൺ ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ്. ചാപ്റ്റർ 16, ദ കമാൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ കളക്ഷൻ ആസ് ഐ എക്സ്പ്ലെയിൻ നൗ. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. എന്താണ് ഈ കൊരിന്ത്യരുടെ മധ്യത്തിലുണ്ടായ കുറേ പ്രോബ്ലംസാണ്. പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് കൊരിന്ത്യലേഖനം നമ്മൾ ചിന്തിക്കുമ്പോൾ കൊരിന്ത്യലേഖനം ഒന്നിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് they had perverted the doctrine of baptism. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കാണുവാനൊക്കെ വേണം കഴിയുന്നുണ്ട്. they were carnal in nature. അവർ ജഡിക സ്വഭാവമുള്ളവരായിരുന്നു എന്ന് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. They had deceived themselves. 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ തന്നെത്താൻ വഞ്ചിക്കപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് കാണുവാൻ തക്കവണ്ണം കഴിയും. They had defiled their bodies. അവരുടെ ശരീരത്തെ അവർ തെറ്റായ നിലയിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം, വഷളാക്കുവാൻ തക്കവണ്ണം ഇടയായി. They had puffed up. ഞാനതൊന്ന് മെൻഷൻ ചെയ്തു. 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ചീർത്തിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ടത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുക അല്ലേ. സഭകളിലൊക്കെ കാണുന്ന പ്രശ്നങ്ങളായത്. നമ്മുടെ ഭാവം എന്തുമാത്രം വേണം? വാസ്തവത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭാവം എന്തായിരിക്കണം? ക്രിസ്തുയേശുവിലുള്ള ഭാവം. ആ ഭാവത്തിലോടൊന്നും വരത്തൊന്നുമില്ല. ക്രിസ്തുയേശുവിലുള്ള
ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാവവുമല്ല, അല്ലേ, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന രാജാക്കന്മാരുടെ ഭാവമല്ല, സഭകളിലുള്ള വ്യക്തികളുടെ ഭാവം അത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയർന്നു കഴിഞ്ഞാൽ അത് ചീർക്കപ്പെടുന്ന അവസ്ഥയാണ് പെട്ടെന്ന് താഴോട്ട് വരാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. They had puffed up. They were tolerating terrible immorality. അത് ഓർത്തിരിക്കുക. ഈ കൂടെ ഈ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, ദുർനടപ്പ്. ഈ വാട്ട് ഈസ് ദുർനടപ്പ്? നടപ്പിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ്. എന്താ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ? വളരെ ലളിതമായിട്ട് ഈ വാക്ക് കേട്ട് ഇതിന് ഒരു വിലയുമില്ല. ദുർനടപ്പെന്ന് പറഞ്ഞാൽ വാക്കിന് നടപ്പിൻ്റെ ഓപ്പോസിറ്റ് അല്ല ഈ ദുർനടപ്പെന്ന് പറഞ്ഞാൽ. ദുർനടപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കഠിനമായൊരു വാക്കാണ്. ദുർനടപ്പുകാരൻ 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, കൂടെ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യം അവൻ്റെ ആളുടെ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, വളരെ സഭയിൽ വളരെ ആക്റ്റീവാണ്. അവൻ ഒരു മീറ്റിംഗ് പോലും മുടക്കാത്ത ആളാണ്, അല്ലേ? പക്ഷെങ്കിൽ അവൻ ദുർനടപ്പുകാരനായ കർത്താവ് ക്ഷമിക്കത്തില്ലേ ചോദിക്കുന്നുണ്ട്. പക്ഷെ ബൈബിൾ വെരി ക്ലിയർലി മെൻഷൻസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ്. ഈവൻ ദിസ് വേർഡ് ഗോസ് ടു റെവലേഷൻ. ദുർനടപ്പ് എന്നുള്ളത് വിശ്വാസികളുടെ ഇടയിൽ പേര് പറയുവാൻ പോലും പാടില്ലാത്തൊരു വാക്കാണ്. ദുർനടപ്പ് ഉണ്ടാകുവാൻ തക്കവണ്ണം പാടില്ല. സോ ഇവിടെ നാം ഇവിടെ വായിക്കുന്നത് they were tolerating terrible immorality. That's what the world, നമ്മൾ പഠിച്ചു, അതൊരു ട്രേഡ് സെന്റർ ആയിരുന്നു. ഒരുപാട് ട്രേഡ് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പല കൾച്ചർ അവിടേക്ക് കയറി വന്നു. അതുകൊണ്ട് അവിടെ ആ നിലയിലുള്ള ദുർനടപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദാറ്റ് ഈസ് നോട്ട് ഫോർ ദ children of the Lord. That is not for the Corinthian church. കൊരിന്തിലെ ചർച്ചിന് അത് ആവശ്യമില്ല. അങ്ങനെ ചർച്ചിൽ അത് കയറി വെളിയിൽ നടക്കുന്ന കാര്യം, ലോകത്തിൽ നടക്കുന്ന കാര്യം, അധാർമികത, അത് ചർച്ചിൽ കയറി. ചാപ്റ്റർ ഏത് ചാപ്റ്ററാ? ചാപ്റ്റർ 5, 1 Corinthians chapter 5. അവിടെ പറഞ്ഞിട്ടുണ്ട് അത് സഭയിൽ കയറി. പൗലോസ് ലേഖനം എഴുതുകയാണ്. പൗലോസ് ഈ കൊരിന്ത്യർക്ക് എത്ര ലേഖനം എഴുതി? 3 ലേഖനം. വെരി ഈസി. ഓക്കെ. ഇന്ത്യ എന്തോ ഓക്കെ. പ്രൂഫുണ്ടോ? പ്രൂഫുണ്ട് അല്ലേ? എന്തോ 4 ലേഖനം എഴുതി. അതിൽ 2 സർവൈവ് ചെയ്തുള്ളൂ. ബാക്കി 2 പോയി. പക്ഷെങ്കിൽ വളരെ ശക്തമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ 4 ലേഖനം എഴുതി. ഈ ഇടയ്ക്ക് എഴുതി. അത് വേഗത്തിൽ 1-2 വാക്യം വായിച്ചു. ഏതായാലും നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണല്ലോ. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, എഴുതിയിട്ടുണ്ടല്ലോ. അത് ഒരു ലേഖനം, ഒരു ലെറ്റർ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ വേറൊരു വാക്യം കൂടെ വായിച്ചു. 2 കൊരിന്ത്യൻസ് 2 അതിൻ്റെ 3-4 വാക്യങ്ങൾ. 2 കൊരിന്ത്യൻസ് chapter 2 verse 3 and 4. ഞാൻ ഇത് തന്നെ എഴുതിയത്, ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടിയവരാൽ ദുഃഖമുണ്ടാകരുത് എന്ന് വെച്ചും എൻ്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കൊണ്ടുമാകുന്നു. വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടി ഞാൻ നിങ്ങൾക്ക് എഴുതി. അപ്പോൾ നമ്മുടെ അത് ആ വാക്യത്തിൻ്റെ റെഫറൻസ് ഞാൻ പറഞ്ഞതാണ്. അവിടെ പോള് നേരത്തെ എഴുതിയിട്ടുള്ള ലെറ്ററാണ്. ഈ വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, പോള് വാസ്തവത്തിൽ ഏറ്റവും സ്നേഹിച്ച ഒരു സഭയായിരുന്നു. ഏത്?
ഈ കൊരിന്ത് സഭയെ പൗലോസിന് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഈ കൂടെ ലേഖനം എഴുതിക്കൊണ്ടിരുന്നത്. അവരുടെ മധ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ താൻ ലേഖനം എഴുതും. ലേഖനമല്ല, ഒരു ലെറ്റർ ആയിരിക്കും. മേ ബി ദാറ്റ്സ് എ ലെറ്റർ, സിമ്പിൾ ലെറ്റർ. ഒരു വിഷയത്തെക്കുറിച്ച് അറിഞ്ഞാൽ പെട്ടെന്ന് അവിടെ അവർക്ക് ലെറ്റർ അയക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു, ഹി ഹാസ് നോട്ട് ഓൺലി എസ്റ്റാബ്ലിഷ്ഡ് ദ ചർച്ച് ഇൻ കൊറിന്ത്, ബട്ട് ഹി വാസ് എ സ്ട്രിക്റ്റ് ഫോളോവർ. സഭകളിൽ നിന്ന് ഇല്ലാതിരിക്കുന്ന ഒരു കാര്യമാണ്. താന് ഈ അവരൊക്കെ സഭ സ്ഥാപിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ സഭയെ അനുദിനം സഭയിലുള്ള വ്യക്തികൾ എങ്ങനെയിരിക്കുന്നു എന്നറിയാനുള്ള തീവ്രമായ ആഗ്രഹം പൗലോസിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. സഭകൾ സ്ഥാപിക്കപ്പെടുന്നു, സഭകളിലുള്ള വ്യക്തികളുടെ ആത്മീയമായിട്ടുള്ള വളർച്ച, ഹൗ ഫാർ ദേ ഹാവ് ഗ്രോൺ ഇൻ ദയർ ക്രിസ്ത്യൻ ലൈഫ്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അവരവർ തന്നെ ചിന്തിക്കേണ്ടതാണ്, ചുമതലപ്പെട്ടവർ ചിന്തിക്കേണ്ടതാണ്, അന്യോന്യം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ആത്മീയ വർധന വരുത്തുന്നവരായിരിക്കാൻ തക്കവണ്ണം ഇടയാകേണ്ടതാണ്. ദേ വർ കൺഫ്യൂസ്ഡ് അബൌട്ട് മാരേജ്. അതിന് മുമ്പിലുണ്ട് ദേ വർ സ്യൂയിങ് ഈച്ച് അതർ ഹ്യൂമൻ കോഡ്സ്. ആറാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ വ്യവഹാരമുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇടയ്ക്ക് പൗലോസിൻ്റെ ലേഖനത്തിൽ കാണുന്ന ഒരു വാക്കുണ്ട്, ഞാൻ വായിച്ചു നോക്കി. നിങ്ങളുടെ ഇടയിൽ ആരുടെ ഇടയിൽ? വിശ്വാസികളോട് പറയുവാണ്, കൊരിന്തിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയുണ്ട്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യമുണ്ട്, പിന്നെ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇടയിൽ ഈർഷ്യമുണ്ട്, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്, നിങ്ങളുടെ ഇടയിൽ പക്ഷമുണ്ട്, നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ട്. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് 3 കാര്യങ്ങൾ നമ്മുടെ സഭകളിലൊക്കെ ഉണ്ട്. ഏതാ ഞാൻ വിട്ടുകളഞ്ഞത് ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പം ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു 3 കാര്യങ്ങളെങ്കിലും ഏതായാലും നമ്മുടെയൊക്കെ സഭകളിൽ ഉണ്ട്. എന്തൊക്കെയാ എടുത്തു പറയണോ? ഒന്നോട് പറഞ്ഞേക്കാം. ഈർഷ്യമുണ്ട്, പിന്നെ പിണക്കമുണ്ട്, പിന്നെ ഭിന്നതയുണ്ട്, പിന്നെന്തുണ്ട്? പക്ഷമുണ്ട്. പക്ഷമുണ്ട്. അപ്പം വളരെ സൂക്ഷിച്ച് ഈ കൊരിന്ത് ലേഖനത്തിൽ കൂടെ, ഈ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധിപ്പിക്കുകയാണ്, കൊരിന്തിലുള്ളവരിൽ നിന്നും ഒന്നും വലിയ മെച്ചമല്ല നിങ്ങൾ എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊലോസ് ലേഖനത്തിലെ 3 വാക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരിക. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതിനെ നിങ്ങൾ വിട്ടുകളവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുന്നവരുടെ കൊലോസ് ലേഖനത്തിൽ അല്ലേ കൊലോസ് ലേഖനം എടുക്കുന്നത് 3-ാം അധ്യായത്തിലേ പറഞ്ഞിട്ടുണ്ട്, വിട്ടുകളവീൻ. പിന്നെ അതിനുശേഷം വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഇതിനെ നിങ്ങൾ ചേർത്തുകൊള്ളാന്നുണ്ട്, വിട്ടുകളയാന്നുണ്ട്, നിങ്ങളിതിനെ മരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. യു നീഡ് ടു കിൽ ദീസ് നേച്ചേഴ്സ്. നിങ്ങളുടെ ആ സ്വഭാവങ്ങളെ നിങ്ങൾ മരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തോ? യെസ്, put to death. പുട്ടുഡെത്തിൻ്റെ വേറൊരു വാക്ക് ഞാൻ പറഞ്ഞത് കൊന്നുകളാണെന്ന് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, they were suing each other, they were confused about marriage, proper dressing in the house of God. ഈ ദൈവത്തിൻ്റെ വചനത്തിന് ആവശ്യമുള്ള സഭയിൽ കടന്നു വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സിങ് വേണം. അതിരാവിലെ എഴുന്നേറ്റ് സഭയ്ക്കകത്ത് വരുന്ന ഉടനെ ഞാൻ പറയുന്ന ഈ കാര്യം എല്ലാവർക്കും ഒന്നും ചിലപ്പം കാണത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ നല്ല കുളിച്ചൊരുങ്ങി സുന്ദരന്മാരും സുന്ദരിമാരും വേണം വരാനായിട്ട്. എന്താണ്? അതുപോലെ തന്നെ ശനിയാഴ്ച രാത്രി തുടങ്ങി ഐ സജസ്റ്റ് ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു ഓപ്പൺ ദ ഇൻ്റർനെറ്റ്. ഇറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ഒരു സംശയവുമില്ല. You are not going to add any extra noted by looking before few hours before coming to the church. ചർച്ചിൽ വരുന്നതിന് മുമ്പ് ഇതെല്ലാം വിട്ടുകളയണം, ധ്യാനിപ്പാനായിട്ട് ഇടയാകണം. ടുമോറോ ഈസ് സൺഡേ, നാളെ ഞായറാഴ്ചയാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രാക്ടിക്കലായിട്ട് ഞാനത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാളെ ഞായറാഴ്ചയാണ്, ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ ഹൃദയത്തിലൊരു ബോധ്യമുണ്ടായിരിക്കണം. ഞാൻ പറയുന്നു, ഈവൻ ആഹാരം കഴിക്കുന്നതിൽ പോലും എന്ത് വേണം?
ശനിയാഴ്ച രാത്രിയൊക്കെ ഈ വല്ലാത്ത ഈ ഈ ഈ ഈ ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിച്ച് ആകെപ്പാട് പിറ്റേ ദിവസം രാവിലെ ശല്യം ഉണ്ടാക്കരുത് എൻ്റെ പ്രിയ സഹോദരന്മാരെ. അതുകൊണ്ട് ഞാനൊരു മൂത്ത സഹോദരൻ എന്നുള്ള നിലയിൽ പ്രാക്ടിക്കലായിട്ട് അങ്ങ് പറയുവാണ്, അത്യാവശ്യമുള്ള കുറച്ച് ലഘുഭക്ഷണം കഴിക്കുക. ബിക്കോസ് ടുമോറോ ഈസ് എ സൺഡേ. ഐ നീഡ് ടു വർഷിപ്പ് ദ ലോർഡ്. ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ പോകുമ്പോൾ എനിക്ക് കഴിവുള്ളിടത്തോളം എന്നെ തന്നെ ശുദ്ധനാക്കി പോകുവാൻ്റെ കോണം എനിക്കിടയാകണം. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ മുഖപ്രസാദം, മുഖപ്രകാശം നമ്മുടെ പേര് ഉണ്ടായിരിക്കും. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. പ്രോപ്പർ ഡ്രസ്സിങ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്, ദ സീരിയസ്നെസ് ഓഫ് ലോർഡ് സപ്പർ പലപ്പോഴും നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് നമ്മൾ ചിന്തിച്ചതാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ, കൺഫ്യൂഷൻ അബൌട്ട് ദ സബ്ജക്റ്റ് ഓഫ് റിസറക്ഷൻ, ഇതെല്ലാം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാം. പൗലോസ് കൊരിന്തിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത ആഴ്ചത്തെ ഒരു പകുതി സമയം ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ്റേതായിട്ട് തന്നെ കുറച്ചുകൂടി എടുക്കേണ്ടതുണ്ട്. അത് എടുക്കുന്നത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ജനറൽ ഐഡിയ, വി വിൽ ഹാവ് എ ബെറ്റർ ജനറൽ ഐഡിയ എബൌട്ട് ദ ഫൗണ്ടിങ് ഓഫ് ദ ചർച്ച്. ഓക്കെ, ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. കർത്താവ് നമ്മെ പ്രത്യേകം സഹായിക്കട്ടെ. കൊരിന്ത്യലേഖനം എന്തെങ്കിലും സംശയമുണ്ടോ? എന്തോ കൊടുക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാം. ഓക്കെ, വേഗത്തിൽ പോയി. എനിക്ക് കുറച്ചുകൂടെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. സെക്കൻഡ് മിഷണറി യാത്രയിലാണ്. തേർഡ് മിഷണറി യാത്രയിൽ പൗലോസ് 2 പ്രാവശ്യം പോയി. 2 അല്ല, എത്ര പ്രാവശ്യം പോയി? 3 പ്രാവശ്യം. 3 പ്രാവശ്യം. എന്തോ ഞാൻ ഈ 3-ാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട് എന്നൊരു സെൻറ്റൻസ് കാണുന്നുണ്ട്. So we are not sure whether it was just a desire or whether he had physically gone there. We are not sure. Anyway, അനുഗ്രഹീതമായ ഒരു ലേഖനമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതാണ് ഈ പ്രാവശ്യത്തെ ജൂണിൽ നിങ്ങളുടെ പിന്നെ നമ്മുടെ SBS-ൻ്റെ ടെക്സ്റ്റ് ഇതാണെന്ന് തോന്നുന്നല്ലേ? നാലാമത്തെ ഞാനത് അടുത്ത ആഴ്ച ഒന്നുകൂടെ പറയാം. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മാത്രമല്ല, വേറൊരു ഭാഗത്തും താൻ അവർക്ക് ലേഖനം അയച്ചു എന്നുള്ളതിനെക്കുറിച്ച് തീത്തോസ് ഒരു ലേഖനം കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ തീത്തോസ് ഒരു ലേഖനം കൊണ്ടുവരുന്നുണ്ട്. തീത്തോസ് ആ ലേഖനം കൊണ്ടുവരുന്ന ഉടനെ വളരെ ശക്തമായിട്ടുള്ള നിലയിലാണ് ആ ലേഖനം കൊണ്ടുവരുന്നത്. അത് ഈ 1ഉം 2ഉം കൊരിന്ത്യലേഖനമല്ല, വളരെ ശക്തമായിട്ട്. നമുക്കതിൻ്റെ വാക്യമുണ്ട്. ഞാൻ അടുത്ത ആഴ്ച ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാം. ഈ അധ്യായം, ഈ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഞാൻ ഈ കൊരിന്ത്യലേഖനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത, ഈ കൊരിന്ത്യയിലുള്ള വിശ്വാസികളുടെ ഒരുപാട് ന്യൂനതകളാണ് നമ്മളിപ്പം പറഞ്ഞത്, ഇല്ലേ? പക്ഷേ ജനറലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൊരിന്ത്യയിലുള്ള ആൾക്കാർ അവർ വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായിരുന്നു. നമ്മൾ കാണുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ വചനത്തിലും പരിജ്ഞാനത്തിലും അവർ സമ്പന്നരായിരുന്നു. അതുമാത്രമല്ല, ഒരു കൃപാവരത്തിലും അവർ കുറവില്ലാത്തവരായിരുന്നു. കരിയമാജി അവർ നല്ലതായിട്ട് വചനം പഠിച്ചു. ഒരു കൃപാവരത്തിലും അവർ കുറവില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ 12, 13, 14 അധ്യായങ്ങളിലുള്ള കൃപാവരങ്ങളിൽ ഒരുപാട് കൃപാവരങ്ങൾ അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല, അവർ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നവരായിരുന്നു. വാട്ട് എൽസ് ഈസ് നീഡഡ് ഫോർ എ ചർച്ച്? ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്, കൊരിന്ത്യയിലുള്ള പ്രിയപ്പെട്ടവർക്ക് അവർ വചനത്തിൽ സമ്പന്നരായിരുന്നു. ആർ വി റിയലി റിച്ച് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ വചനത്തിൽ നാം സമ്പന്നരാണോ? ദൈവത്തിൻ്റെ വചനത്തിൽ സമ്പന്നരാണെങ്കിൽ ദൈവം നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ആ സമ്പത്താണ് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. ബാക്കി സമ്പത്തെല്ലാം പോകുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ സമ്പത്തുണ്ടാകുവാൻ ദൈവത്തിൻ്റെ വചനം നിരന്തരമായി ശ്രദ്ധയോടെ വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം. കർത്താവിനോട് ചേർന്നിരിപ്പാനുള്ള
തീവ്രമായ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ താൻ പറയും, നിങ്ങളൊരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി യേശുക്രിസ്തു നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും, അവൻ എന്തേക്കും മഹത്വം, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം തുടങ്ങുന്നത്. അടുത്ത ആഴ്ച നമുക്ക് ആ സബ്ജക്റ്റുകളിലേക്ക് പോകാം. ഇന്ന് രാത്രി ഇത്രയും പേർക്ക് കടന്നു വരുവാൻ, മഴയുടെയും കൊള്ളിയാൻ ഇടി മുഴക്കത്തിൻ്റെ ഒക്കെ ശബ്ദം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പേർക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇന്ന് മടങ്ങിപ്പോകുമ്പോൾ കൊരിന്ത്യരിലുള്ള ആ സഭയിലുണ്ടായിരുന്ന ന്യൂനതകൾ നമ്മളിലേക്ക് വരാതെ, കർത്താവെ, കൊരിന്ത്യരിലുണ്ടായിരുന്ന ഒരുപാട് ന്യൂനതകളെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ഈ ന്യൂനതകളൊക്കെ വിട്ട് ഞങ്ങളുടെ കർത്താവിനോട് ഏറ്റവും അടുത്തിരുന്നു കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് രാത്രി പിരിഞ്ഞു പോകാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗ്ഗപിതാവായ ദൈവമേ, ഈ അനിതമായ സായന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ചെറിയൊരു കൂട്ടമായി ഇങ്ങോട്ടേക്ക് കടന്നു വരുവാനും, ദൈവം അതുപോലെ സൂമിലായിരിക്കുന്നവരോട് ചേർന്ന് ഞങ്ങൾക്ക് പുതിയൊരു ലേഖനം ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എടുത്ത് പഠിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് അതിനായി വായിച്ചതിനെ ബലപ്പെടുത്തി ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് ജെനസിസ് വളരെ ദീർഘപഠനമായി ഞങ്ങൾക്ക് പഠിച്ച് അത് പൂർത്തീകരിപ്പാൻ ഞങ്ങളെ സഹായിച്ചു. അതിന് നൽകിയ എല്ലാ നന്മകൾക്കായി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ ആ ഒരു പുതിയ ലേഖനത്തിലേക്ക് ഞങ്ങൾ കടന്ന് പഠിക്കുമ്പോൾ ദൈവമേ, അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ, ഞങ്ങൾ അതിൻ്റെ സത്യങ്ങൾ, ആത്മീയ മൂല്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ,